ഹായ് എവ്രി വൺ, ഹാർട്ടി വെൽക്കം ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ അനുദിന ജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കാറുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ട്രബിളിലായിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന, കുഴപ്പത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ കുഴപ്പത്തിലാണ് എന്നെങ്ങനെ പറയും? ഐ ആം ഇൻ ട്രബിൾ അല്ലെ. അപ്പൊ ആ ഐ ആം ഇൻ ട്രബിളിന്, ആ ട്രബിളിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വേറൊരു എക്സ്പ്രഷൻ ആണ് ഐ ആം ഇൻ ഹോട്ട് വാട്ടർ. ഐ ആം ഇൻ ട്രബിൾ എന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാം ഐ ആം ഇൻ ഹോട്ട് വാട്ടർ. അപ്പൊ അവള് കുഴപ്പത്തിലാണ്, ഇപ്പൊ അവളെ നിങ്ങൾ സഹായിക്കണം. എങ്ങനെ പറയും? യു ഹെൽപ്പ് ഹെർ, ഷീ ഈസ് ഇൻ ഹോട്ട് വാട്ടർ. യു ഹെൽപ്പ് ഹെർ, ഷീ ഈസ് ഇൻ ഹോട്ട് വാട്ടർ. നീ നിന്റെ ഹോംവർക്കുകൾ തീർത്തില്ലെങ്കിൽ നീ കുഴപ്പത്തിലാകും. എങ്ങനെ പറയും? If you don't finish your homework, you will be in hot water. If you don't finish your homework, you will be in hot water. വിവാഹത്തിന് ശേഷം അവൻ കുഴപ്പത്തിലായി. അവൻ അവനെ തന്നെ കുഴപ്പത്തിലായി കണ്ടു എന്നങ്ങനെ പറയും. He found himself in hot water after marriage. He found himself in hot water after marriage. വേറൊരു പ്രയോഗമാണ്, അതായത് പ്രതീക്ഷിക്കാതെ, അൺഎക്സ്പെക്റ്റഡ്ലി, നമ്മൾ പ്രതീക്ഷിക്കാതെ എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ. ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നാണ് അതിന് പറയുന്നത്. ഔട്ട് ഓഫ് ദ ബ്ലൂ, അതായത് അൺഎക്സ്പെക്റ്റഡ്ലി, പ്രതീക്ഷിക്കാതെ. അപ്പൊ ഇതിന് നമുക്ക് സെന്റൻസുകളിലൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഒരു ദിവസം പ്രതീക്ഷിക്കാതെ അവള് ഡോക്ടറെ കാണാൻ പോയി. എങ്ങനെ പറയും? വൺ ഡേ out of the blue she went to consult the doctor. One day out of the blue she went to consult a doctor. ഒരു ദിവസം പ്രതീക്ഷിക്കാതെ, ആരും പ്രതീക്ഷിക്കാതെ അവൾ ഡോക്ടറെ കാണാൻ പോയി. ഒരു ദിവസം എൻ്റെ ഭാര്യ ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ പള്ളിയിലേക്ക് പോയി. ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ ഭാര്യ പള്ളിയിൽ പോയി. അങ്ങനെ പറയും. Once, out of the blue, my wife went to the church. Once, out of the blue, my wife went to the church. നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കുക, എക്സ്ട്രാ എഫേർട്ട് എടുക്കുക. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ നമ്മളിപ്പോ പഠിക്കുന്നതിനേക്കാളും കുറേയും കൂടി പഠിക്കുക. അതാണ് എക്സ്ട്രാ എഫേർട്ട്. അങ്ങനെ എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് ഗോ ദി എക്സ്ട്രാ മൈൽ. ഗോ ദി എക്സ്ട്രാ മൈൽ, അതായത് ഒരു മൈലും കൂടി എക്സ്ട്രാ മൈൽ സഞ്ചരിക്കുക. ഗോ ദി എക്സ്ട്രാ മൈൽ, അതാണ് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കുക എന്നുള്ള, എക്സ്ട്രാ എഫേർട്ട് എടുക്കുക. അപ്പൊ അതിന്റെ സെന്റൻസ് ഒന്ന് നോക്കാം. അതായത് കൂടുതൽ പ്രയത്നിക്കുന്ന, കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ജോലിക്കാര് പ്രൊമോട്ട് ചെയ്യപ്പെടും എന്നെങ്ങനെ പറയും? ദ വർക്കേഴ്സ് ഹൂ ഗോ ദി എക്സ്ട്രാ മൈൽ വിൽ ബി പ്രൊമോട്ടഡ്. ഓക്കെ, ദ വർക്കേഴ്സ് who go the extra mile will be promoted. The family decided to go the extra mile to educate their children. The family decided, കുടുംബം തീരുമാനിച്ചു, to go the extra mile, extra effort എടുക്കുന്നതിന്. എന്തിനു വേണ്ടി? to educate their children, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്. അപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ എഫർട്ട് എടുക്കുന്നതിന് വേണ്ടി കുടുംബം തീരുമാനിച്ചു. അടുത്തതാണ് മിസ് ദ ബോട്ട്. അതായത് മിസ് ദ ബോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ട് വിട്ടുപോവുക. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മിസ് ദി ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയുക എന്നാണ് മിസ് ദ ബോട്ട് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മിസ് ദ ബോട്ട് വെച്ചുള്ള സെന്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ അവിടെ വൈകി എത്തിയപ്പോഴേക്കും എന്റെ അവസരം നഷ്ടപ്പെട്ടു. എങ്ങനെ പറയണത്? ഐ മിസ്ഡ് ദ ബോട്ട് വെൻ I reached there late. I missed the boat when I reached there late. ഞാൻ വൈകി എത്തിയപ്പോഴേക്കും എൻ്റെ അവസരം നഷ്ടമായി. നിങ്ങളുടെ ടാലൻസ് പ്രകടിപ്പിക്കാനുള്ള അവസരം നഷ്ടമാക്കരുത്. എങ്ങനെ പറയും? Don't പറയും. Don't miss the boat to exhibit your talents. Don't miss the boat to എക്സിബിറ്റ്. എക്സിബിറ്റ് എന്ന് വെച്ചാൽ പ്രകടിപ്പിക്കുക. യുവർ ടാലൻസ്, നിങ്ങളുടെ കഴിവുകൾ. ബൈറ്റ് ദ ബുള്ളറ്റ്.
എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ, കഠിനമായിട്ടുള്ള സിറ്റുവേഷൻസിനെ അംഗീകരിക്കുക, അതങ്ങനെ പാടെ വിഴുങ്ങിക്കളയുക. അതായത് ബുള്ളറ്റ് നമ്മുടെ ജീവനെ എടുത്ത് അപഹരിക്കുന്നതാണ് അല്ലെ, ആ ബുള്ളറ്റിനെ എടുത്ത് വിഴുങ്ങുക എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ സെന്റൻസുകൾ ഉപയോഗിക്കാമെന്ന് നോക്കാം. കുട്ടികളെ സംബന്ധിച്ച് ജോലി ചെയ്യുകയൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ കുട്ടികൾ ഇവിടെ ഒരു കാര്യം തീരുമാനിക്കണേ. ദ കിഡ്സ് ഡിസൈഡഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ബൈ ക്ലീനിങ് ദെയർ റൂം. എന്തിനു വേണ്ടി അവരങ്ങനെ ചെയ്തത്? ക്ലീൻ ചെയ്ത്, അവര് കഷ്ടപ്പെട്ട് മുറി ക്ലീൻ ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ടു ഗോ ഫോർ ആൻ എക്സ്കർഷൻ. അവർക്ക് എക്സ്കർഷന് പോകാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. അടുത്തത് നമ്മുടെ ജോലിയുടെ സാലറി ഒക്കെ കൂട്ടിത്തരാനായിട്ട് ചോദിക്കാൻ പോണേ. അപ്പൊ സാലറി കൂട്ടിത്തരാനായിട്ട് ചോദിക്കുമ്പോൾ മാനേജ്മെന്റിന് ഒരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം അത് കണ്ടാലും അതിനെല്ലാം ഉൾക്കൊള്ളാൻ ഞാൻ റെഡിയാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള സെന്റൻസ് ആണിത്. I am going to bite the bullet by asking the manager to raise our salary. I am going to bite the bullet by asking the manager to raise the salary. സാലറി കൂട്ടിത്തരിക എന്ന് പറയുന്ന ഒരു കാര്യം അത് ഇച്ചിരി റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ആ ഒരു തിക്തഫലത്തെയും ഉൾക്കൊള്ളാൻ ഞാൻ റെഡിയാണ് എന്ന് കാണിക്കുന്നതിനാണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് അതായത് പട്ടിയും പൂച്ചയും മഴ പെയ്യുന്നു എന്നല്ല, റെയിൻ ഹെവിലി, നല്ല കനത്ത മഴ, കനത്ത മഴ പെയ്യുന്നു എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ റെയിൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസിൽ നോക്കാം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് cats and dogs since this morning. It has been raining cats and dogs since this morning എന്ന് പറഞ്ഞാൽ എന്താണ്? It has been raining cats and dogs since this morning. ഇന്ന് രാവിലെ തുടങ്ങി കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും പെയ്യുകയാണ് എന്നാണ് അതിനർത്ഥം. It has been raining cats and dogs since this morning. We cancelled the picnic as it was raining cats and dogs. വി ക്യാൻസൽഡ് ദ പിക്നിക്. ഞങ്ങൾ പിക്നിക് ക്യാൻസൽ ചെയ്തു. എന്താ കാരണം? ആസ് ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ പിക്നിക് ക്യാൻസൽ ചെയ്തത്. ഇനി കൃത്യമായിട്ട് നിയമങ്ങൾ പാലിക്കുന്നതിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഏതാണ്? ബൈ ദ ബുക്ക്. ബൈ ദ ബുക്ക് അതാണ് കൃത്യമായിട്ട് എല്ലാ നിയമങ്ങളും പാലിക്കുക. ഒരു അക്ഷര വള്ളി പുള്ളി തെറ്റാതെ നിയമങ്ങൾ പാലിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ബൈ ദ ബുക്ക്. മൈ ടീച്ചർ ഓൾവേസ് ഗോസ് സ്ട്രിക്ട്ലി ബൈ ദ ബുക്ക്. My teacher always goes strictly by the book. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടീച്ചറും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് പാലിച്ചു വരുന്നു. അതാണ് വള്ളിപുള്ളി തെറ്റാതെ എൻ്റെ ടീച്ചർ എല്ലാ നിയമങ്ങളും പാലിക്കുന്നു എന്നാണ് മൈ ടീച്ചർ ഓൾവേസ് ഗോസ് സ്ട്രിക്ട്ലി ബൈ ദ ബുക്ക് എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. The management insisted everyone to do everything by the book. The management insisted, നിർബന്ധിച്ചു, മാനേജ്മെന്റ് നിർബന്ധിച്ചു, ടു ഡു എവറിത്തിങ്, എല്ലാം ചെയ്യുന്നതിന് വേണ്ടി. എങ്ങനെ? ടു ഡു എവറിത്തിങ് ബൈ ദ ബുക്ക്. അതായത് നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മാനേജ്മെന്റ് എല്ലാവരെയും നിർബന്ധിച്ചു. എന്തിനെങ്കിലും ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നൊക്കെ പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് ത്രോ ഇൻ ദ ടവൽ. ത്രോ ഇൻ ദ ടവൽ അതായത് ടു ക്വിറ്റ് അല്ലെങ്കിൽ ടു ഗീവ് അപ്പ്, ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നുള്ള രീതിയിൽ ഉള്ള ഈ എക്സ്പ്രഷൻ സെന്റൻസുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഹി ടോൾഡ് ദാറ്റ് ഹി വിൽ നെവർ ത്രോ ഇൻ ദ ടവൽ ഹിസ് ജോബ്. ഹി ടോൾഡ് ദാറ്റ് ഹി വിൽ നെവർ ത്രോ ഇൻ ദ ടവൽ ഹിസ് ജോബ്. അതായത് അവൻ പറഞ്ഞു, അവന്റെ ജോലി അവൻ നിർത്തുകയില്ല അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയില്ലെന്ന് അവൻ പറഞ്ഞു. അതാണ് ഇതിന്റെ അർത്ഥം. യു കനോട്ട് ത്രോ ഇൻ ദ ടവൽ യുവർ ഗുഡ് ഡീഡ്സ്. യു കനോട്ട് ത്രോ ഇൻ ദ ടവൽ യുവർ ഗുഡ് ഡീഡ്സ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ നിർത്താൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ നിർത്താൻ കഴിയില്ല. അടുത്തത് തിങ്കിങ് ഇൻ ദ സെയിം വേ, അതായത് ഒരേ രീതിയിൽ ചിന്തിക്കുക. അപ്പൊ അതിന് പറയുന്നതാണ് എന്ത്? ഓൺ ദ സെയിം പേജ്, ഒരേ പേജിലാണെന്ന്. അതായത് നമ്മളെല്ലാവരും ഒരു പേജിൽ തന്നെ, അതായത് നമ്മുടെ എല്ലാവരും ചിന്ത ഒരേപോലെയാണെന്നാണ്. വി ആർ ഓൺ ദ സെയിം പേജ്, നമ്മളുടെ എല്ലാവരും ചിന്ത ഒരേപോലെയാണെന്ന് കാണിക്കുന്നതാണ് വി ആർ ഓൺ ദ സെയിം പേജ്. അപ്പൊ ഓൺ ദ സെയിം പേജ് എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാമെന്ന് നോക്കാം.
We all are on the same page regarding our next trip. We all are on the same page regarding our next trip. നമ്മുടെ അടുത്ത ട്രിപ്പിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ചിന്തകളാണുള്ളത്. അതാണ് we all are on the same page regarding our next trip. Before making any decisions, make sure that all are on the same page. Before making any decisions, എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ആക്കണം, തീർച്ചപ്പെടുത്തണം. എന്ത്? ദാറ്റ് ഓൾ ആർ ഓൺ ദ സെയിം പേജ്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ചിന്തകളാണ് ഉള്ളതെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ. ബിഫോർ ടേക്കിംഗ് എനി ഡിസിഷൻ മേക്ക് ഷുവർ ദാറ്റ് ഓൾ ആർ ഓൺ ദ സെയിം പേജ്. ഒരു എക്സ്പ്രഷൻ ആണ് സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരേ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ട് കിടക്കുക അല്ലെ, അതിനെയാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. സ്പിൽ ചെയ്യുന്ന വെച്ചാൽ അതിൽ നിറഞ്ഞ് പുറത്തേക്ക് പോകുന്നതല്ലേ. അപ്പൊ സ്പിൽ ദ ബീൻസ് ഒക്കെ പുറത്തേക്ക് പോവുക, അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് ചാനലൈസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്പിൽ ദ ബീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സ്പിൽഡ് ദ ബീൻസ് അബൌട്ട് ദിസ് ന്യൂസ്. ഈ വാർത്തയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെ അടുത്തും പ്രചരിപ്പിച്ചത്, അതായത് എന്തോ ഒരു രഹസ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇത് പ്രചരിപ്പിച്ചത് ആരാണ്? ഹൂ സ്പിൽഡ് ദ ബീൻസ് അബൌട്ട് ദിസ് ന്യൂസ്? ഹി സ്പിൽഡ് ദ ബീൻസ് അബൌട്ട് കമ്മിങ് ഫോർ ദ ഹോളിഡേ. ഹി സ്പിൽഡ് ദ ബീൻസ് അബൌട്ട് കമ്മിങ് ഫോർ ദ ഹോളിഡേ. അതായത് ഹോളിഡേക്ക് വരിക എന്നുള്ള കാര്യം രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു, ആ രഹസ്യം പരസ്യമാക്കി അല്ലെ. അപ്പൊ ഹി അവനാണ് ചെയ്തത്. He spilled the beans about coming for the holiday. അപ്പൊ നമ്മൾ ഇന്ന് ഒരു 10 ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആണ് പഠിച്ചത്. അപ്പൊ ഈ 10 എക്സ്പ്രഷൻസും നിങ്ങളുടെ സംസാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.